നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും WTPLive.in കവി വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. വി ദ പീപ്പിൾ ലൈവ്.in അഥവാ WTP ലൈവിൻ്റെ 200-ാം അധ്യായത്തിലാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇതിനകം വെബ് വായനയുടെ വിശാലമായ ലോകം നാം തിരിച്ചറിഞ്ഞു. എഡിറ്റോറിയൽ, ലേഖനങ്ങൾ, നിരൂപണങ്ങൾ, പഠനങ്ങൾ, കഥകൾ, കവിതകൾ, കാർട്ടൂണുകൾ, അങ്ങനെ വ്യത്യസ്തമായ പംക്തികൾ. ഒരു വിരൽത്തുമ്പിലൂടെ വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും വിശാലമായ വായനാലോകം. ഈ യാത്രയിൽ നമ്മോടൊപ്പം സഞ്ചരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കവി വായനയിലേക്ക് കടക്കുന്നു. രാത്രിവാനിൽ പടർച്ചില്ലമേൽ ഇലത്തുള്ളികൾ പോലെ നക്ഷത്ര ദൃഷ്ടികൾ കണ്ടു കണ്ടു കൺവട്ടം നിറയ്ക്കുവാൻ രാവെനിക്കു മിഴിയായിരിക്കണേ എന്നു പ്രാർത്ഥന എഴുതിയ ആലപ്പുഴ നാട്ടുകാരി പ്രിയ കവി അനിത തമ്പിയുടെ കവിതയാണ് ഇന്ന് കവി വായനയിൽ. മുറ്റമടിക്കുമ്പോൾ എന്നതാണ് അനിത തമ്പിയുടെ ആദ്യ കവിതാ സമാഹാരം. അഴകില്ലാത്തവയെല്ലാം, മുരിങ്ങവാഴ കറിവേപ്പ്, ആലപ്പുഴ വെള്ളം എന്നിവയാണ് മറ്റ് കവിതാ സമാഹാരങ്ങൾ. വെൽഷ് കവി ഷാൻ മെലാഞ്ചലിനൊപ്പം എഴുതിയ ത്രിഭാഷാ സമാഹാരം മറ്റൊരു വെള്ളം എന്ന കവിതാ സമാഹാരവും, വൈലോപ്പിള്ളിയുടെ പെണ്ണും പുലിയും പുനരാഖ്യാനം, ഓസ്ട്രേലിയൻ കവി ലെസ് മറയുടെ കവിതകൾ, പലസ്തീൻ കവി മുരീദ് ബർഗൂദിയുടെ റാമല്ല ഞാൻ കണ്ടു, കാർലോ കൊലോദിയുടെ പിനോക്കിയോ എന്നീ പരിഭാഷകളും രചിച്ചിട്ടുണ്ട്. ഇതിൽ റാമല്ല ഞാൻ കണ്ടു എന്നതിന് 2020 കേരള സാഹിത്യ അക്കാദമിയുടെ വിവർത്തക പുരസ്കാരവും മുരിങ്ങവാഴ കറിവേപ്പിന് ഈ വർഷത്തെ അയനം പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മലയാളി വായനയുടെ അതിരുകളിൽ ഒതുങ്ങുന്നതല്ല അനിതയുടെ കാവ്യലോകം. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്വീഡിഷ് എന്നിങ്ങനെ നിരവധി വിദേശ ഭാഷകളിലും തമിഴ്, കന്നഡ, തെലുങ്ക്, ബംഗാളി, മറാത്തി, ഹിന്ദി, ആസാമീസ് എന്നിങ്ങനെ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും ആ കവിതകൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വിവിധ ജേണലുകളിലും ആന്തോളജികളിലും അവരുടെ കവിതകൾ വായിക്കാം. സന്ധ്യയ്ക്ക് ഒറ്റയ്ക്ക് ഈ വഴി വരുമ്പോൾ അവരാതി നിഴൽ മുട്ടിച്ചേർന്ന് നടന്നും സ്വൈരിണിയായ കാറ്റ് ഉടുമുണ്ടു പറത്തിയും കുലട നിഴൽ വിടാതെ പിന്തുടർന്നു പിണഞ്ഞും രാവിലേക്ക് വശപ്പെടുത്തിക്കൊണ്ടിരുന്ന ചുവന്നു മയങ്ങിയ ഒരു സന്ധ്യയ്ക്ക് ഒറ്റയ്ക്ക് ഈ വഴി വരുമ്പോൾ. ഭാഷയിലും അവതരണത്തിലുമുള്ള കൈയടക്കമാണ് അനിത തമ്പിയുടെ സവിശേഷത. ഏതാനും ചില കവിതകൾ മാത്രം തിരഞ്ഞെടുത്ത് വായിച്ചാലും അതിലുമപ്പുറം വ്യത്യസ്തമായ നൂതനമായ മറ്റൊരു കവിതാലോകം നമുക്ക് മുന്നിലുണ്ടാകും. മുറ്റമടിക്കുമ്പോൾ എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കണ്ണുപൂട്ടിയുറങ്ങുന്ന വീടിൻ മൺകുരിപ്പുകൾ പൊങ്ങിയ മുറ്റം ചൂലുകൊണ്ടടിച്ച് ഓർമ്മയാക്കുമ്പോൾ രാവിലെ നടുവേദനിക്കുന്നു. പോയ രാത്രിയിൽ മുറ്റം നനച്ചു പോയിരിക്കാം മഴ, മണ്ണിളക്കി മണ്ണിരകൾ ഉറങ്ങാതെയാവാം കൊച്ചു മൺവീടുകൾ വച്ചു രാവിലെ. മഴ തൂർന്ന മണ്ണിൽ മുറ്റമടിച്ച് വൃത്തിയാക്കുന്ന സ്ത്രീരൂപത്തെ മനോഹരമായ ചിത്രമെന്ന പോലെ വരച്ചു കാട്ടുമ്പോഴും വീട് എന്ന വ്യവസ്ഥിതിക്കുള്ളിൽപ്പെട്ട് ഓർമ്മകളെ അടിച്ചു വൃത്തിയാക്കുന്ന സ്ത്രീ സ്വത്വത്തെയും കവിതയിൽ വായിക്കാം. അനിത തമ്പിയുടെ ശ്രദ്ധേയമായ മറ്റൊരു കവിതയാണ് പെണ്ണുംപുലിപ്പാട്ട്. പെണ്ണുംപുലിയും പെണ്ണും കവിയും തമ്മിലുള്ള സംഭാഷണ ശൈലിയിൽ ആഖ്യാനം ചെയ്തിട്ടുള്ള കവിതയിൽ അയ്യപ്പൻ എന്ന മിത്തിനെ പുനരാഖ്യാനം ചെയ്യുന്നു. സ്ത്രീയുടെ അശുദ്ധ സങ്കല്പത്തിനെ എതിർക്കുന്ന, സ്ത്രീ സമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ബിംബമാണ് ഇതിലെ പുലി. വർത്തമാന കാലത്തിൻ്റെ അവാസ്തവികതകൾക്കെതിരെയാണ് ഈ കവിത. അതിലെ ചില വരികൾ ഇങ്ങനെയാണ്. പെണ്ണും പുലിയെ നീ കണ്ടില്ലായോ,
നല്ല മലയാളി നാട്ടിലെങ്ങും പെണ്ണിനെ പേടി പീഡിച്ച പൂരം. പെണ്ണും പുലിയെ നീ കേട്ടില്ലായോ, നല്ല മലയാള താൻ പിറന്നോർ പെണ്ണിനെ കണ്ട വീരണ്ട കാര്യം. ആ കവിതയിലെ തന്നെ മറ്റൊരു ഭാഗം. എൻ്റെ പുലിത്തവും പെണ്ണത്തവും എന്തെൻ്റെ മാളോർക്ക് പേടിയായി. കൊന്നതുമില്ല ഞാൻ തിന്നുമില്ല, ഈറ്റില്ലം വിട്ടു ഞാൻ പോന്നതല്ലേ. മട്ടാഞ്ചേരി ഒരു ആർട്ട് ഹാർബറിൽ പുരാതന സ്മരണയുറങ്ങുന്ന മട്ടാഞ്ചേരിയുടെ പലമ, അവിടുത്തെ മനുഷ്യരിലൂടെ ആവിഷ്കരിച്ച 5 മൊഴിപ്പടങ്ങൾ അഥവാ ആൾക്കവിതകൾ അനിതാ തമ്പിയുടെ മറ്റൊരു ശ്രദ്ധേയമായ ആവിഷ്കാരമാണ്. മട്ടാഞ്ചേരിയിലെ തനത് വ്യക്തിവൈപുല്യത്തെ അഭിമുഖീകരിക്കുകയും കവിതയിലൂടെ അവതരിപ്പിക്കുകയുമായിരുന്നു. വെള്ളവും ജലവും തമ്മിലുള്ള അർത്ഥത്തിൻ്റെ ദൂരവ്യത്യാസം അവതരിപ്പിക്കുന്ന കവിതയാണ് ആലപ്പുഴ വെള്ളം. കവിതയുടെ ആശയത്തെ, ആഴത്തെ ഈയൊരു വ്യാഖ്യാനത്തിൽ ഒതുക്കുന്നത് അനീതിയാണ്. ആലപ്പുഴക്കാർക്ക് വെള്ളത്തെ ജലമെന്ന് സമാഹരിക്കാൻ ശ്രമിക്കുന്ന പോലെ. ജലമെന്നാൽ അവൾക്കത് വയനാട്ടിൽ, നിളനാട്ടിൽ, മലനാട്ടിൽ, തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര്. വാനിൽ നിന്നു മടർന്നത് നിലം തോടും മുൻപുള്ളത്, മണമില്ലാത്തത് മണ്ണിനാഴങ്ങൾ തരുന്നത്. അപ്പോൾ വെള്ളമെന്നതോ, വെള്ളത്തിൻ്റെ സ്വത്തും തന്നെ വേറെയാണ്. കവിത വായിക്കുക, അതിനാഴങ്ങളും സൗന്ദര്യവും അന്വേഷിക്കുക, മറ്റൊരു വായനാനുഭൂതി തന്നെയാണ് അത്. സമയപരിമിതി മൂലം മാത്രമാണ് കവിത മുഴുവനായി വായിക്കാഞ്ഞത്. പകരം ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകളിൽ ചിലത് മാത്രം, അതിൻ്റെ ചില വരികൾ മാത്രം വായിച്ചു. ഇപ്പോൾ വായിക്കുന്നത് പുതിയതായി ഇറങ്ങിയ ആഴ്ചപ്പതിപ്പിലെ കവിത ഈ പടത്തിലെ പെൺകുട്ടി. ഈ പടത്തിലെ പെൺകുട്ടി. പേര് കെ അജിത. പ്രായം 18. കാൽ ശരായിയും ജമ്പറുമിട്ട് സങ്കടപ്പെട്ട് സൂര്യനിധിക്കാ കോണിലേക്ക് കണ്ണട്ട് പകച്ച്. ആണ്ട് 68. ഈ പടത്തിൽ ഈർപ്പമില്ല, പൂപ്പൽ പിടിച്ചില്ല. കാടരിച്ച് വളഞ്ഞു പിടിച്ച് നാട്ടുകാർക്ക് കാണാൻ കൊണ്ടു നിർത്തും ഈ പടത്തിലെ പെൺകുട്ടി. പക്ഷേ ഈ പടം വിട്ടിറങ്ങി നടന്നു. 8 കൊല്ലം ജയിലിൽ കിടന്നു. 2 മക്കളെ പെറ്റു വളർത്തി. ചോറ് വച്ചു, കുളിച്ചു, നനച്ചു. വക്കുനീളെ പുഴുകാർന്നു തിന്നും പച്ചില പോലിരിക്കും ഈ മണ്ണിൽ. നോവ് തീണ്ടിയ നേരങ്ങൾ തോറും ഒച്ച വച്ചു, കൈ ചൂണ്ടി വിറച്ചു, തീ പിടിച്ച പോലെ ഓടി നടന്നു. ഈ കവിത പകുതിയിൽ നിർത്തി ഫോൺ എടുത്തു ഞാൻ നമ്പർ അമർത്തി. അജിതയല്ലേ, സുഖമല്ലേ, എല്ലാം ഓർമ്മയാണോ, മറക്കുകയാണോ? ഓർമ്മയാണ് സകലവും. എൻ്റെ കുഞ്ഞിലേ പോലെ മാമടിത്തട്ടിൻ ചൂടുപോലെ പഴകിയ നോവും. തീർച്ചയുണ്ടോ വഴികളിൽ? ആവോ, കാട്ടുതാരയിൽ ചുരുപോലെ എന്നെ കൊണ്ടുപോകുന്നത് ഓരോ വിളികൾ. കെട്ടകാലം. നിരാശയുണ്ടോ? ഇല്ല, ആശയുണ്ട്. അത് തീരുകയില്ല. നീരിനുള്ള ദാഹം പോലെ, അന്നം തേടി എന്നും വിശക്കുന്ന പോലെ. ഈ പടത്തിൽ അവളുടെ ചുറ്റും 10 പേരുണ്ട്. പിന്നെയും ആൾക്കാർ പിന്നിലുണ്ട്. ഫ്രെയിമിൽ പെടാതുണ്ട്. കൂർത്തു കുത്തിപ്പറിക്കുന്ന നോട്ടം, കൊന്നു തിന്നാൻ കൊതിച്ചുള്ള നിൽപ്പ്. ഈ പടം കഴിഞ്ഞ 5 നൂറ്റാണ്ടിനൊത്ത മീശയും പേശിയും തോക്കും ഉദ്ധരിക്കുന്ന ലാത്തിയുമായി 5.5 പതിറ്റാണ്ട് പോയിട്ടും ഇന്നു ഞാൻ ഈ വരികൾ എഴുതും പുല്ലുപോലുള്ള നേരം വരേക്കും ഈ പടത്തിൽ അവൾ ഒഴിച്ചുള്ളോർ ഒറ്റ നിൽപ്പാണ് അനക്കമില്ലാതെ. ഈ പടത്തിൻ്റെ ഒത്ത നടുക്ക് കൊണ്ട് നിർത്തിയ സ്റ്റേഷൻ്റെ മുന്നിൽ കൊച്ചു പെണ്ണവൾ നിന്നിടം കാണാദിക്കിലേക്ക് തുറക്കുന്ന വാതിൽ.
ചരിത്രത്തിൻ്റെ ആണധികാര ധാർഷ്ട്യത്തെയും അവയെ മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന കേവല സ്ത്രീ സാന്നിധ്യത്തെയുമാണ് ഈ പടത്തിലെ പെൺകുട്ടി എന്ന കവിതയിലൂടെ കവി ആഖ്യാനം ചെയ്യുന്നത്. ഒറ്റപ്പെടലിൻ്റെ നിരാശയല്ല കവിതയുടെ കാതൽ, മറിച്ച് സൂര്യനുദിക്കാക്കോണിനു പകരം പ്രതീക്ഷയുടെ കാണാദിക്കിലേക്ക് മിഴി തുറക്കുന്ന ഇച്ഛാശക്തിയാണ്. വിശാലമായ രചനാലോകമാണ് കവിക്കുള്ളത്. ഒരംശം മാത്രമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ വായിച്ചത്. ബാക്കി നാം ഓരോരുത്തരും വായിച്ചറിയാം എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ കവിവായനയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു കവിയുമായി മറ്റൊരു കവിവായനയിൽ കണ്ടുമുട്ടും വരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.